ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീത സന്ധ്യയിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കുന്നതിന് ദൈവം തമ്പുരാൻ നൽകിയ വലിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയും. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും മറ്റ് തിരുമേനിമാരോടും ഈ കൺവെൻഷൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇത് രണ്ടാം തവണയാണ് നിങ്ങളുടെ സഭയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സാധാരണ ഒന്ന് വിളിച്ചാൽ പിന്നെ എന്നെ വിളിക്കാറില്ല. അത്രയ്ക്ക് കേമമാണ് എൻ്റെ പ്രസംഗം. ഞാൻ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് പറയുകയായിരുന്നു, ചിങ്ങവനത്ത് വെച്ച് നടന്ന ഒരു സ്ത്രീ സമാജത്തിൻ്റെ മീറ്റിങ്ങിലാണ് എന്നെ വിളിച്ചത്. അന്ന് അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും തിരുമേനിയുടെ വാത്സല്യം അനുഭവിക്കുന്നതിനുമൊക്കെ സാധിച്ചു. പ്രിയ ഷാജിയച്ചനാണ് അന്ന് എന്നെ വിളിച്ചത്. എന്നിട്ടും നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും എന്നെ വിളിച്ചതെന്ന് ഞാനിങ്ങനെ കാര്യമായി ആലോചിക്കുകയായിരുന്നു. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല. അത് ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും വരാം. ഇത് 18ാമത് കൺവെൻഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ 18 പാഠപുസ്തകം നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി. ഈ പന്തലിൻ്റെ ക്രമീകരണമൊക്കെ കണ്ടിട്ട് നല്ല പണച്ചെലവുണ്ട്. എന്തായാലും ഒരു 10-40 ലക്ഷം രൂപ മിനിമം ഈ 18 കൊല്ലം കൊണ്ട് കൺവെൻഷന് വേണ്ടി ചെലവഴിച്ചു കാണും. എൻ്റെ ഒരു സംശയം, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഈ 18 കൊല്ലം കൺവെൻഷന് മുടക്കിയ കാശുകൊണ്ട് ഇവിടെ കിളച്ച് ഏത്തവാഴ വെച്ചിരുന്നെങ്കിൽ ഇതിലേതായിരുന്നതിനെ നാട്ടുകാർക്ക് കൂടുതൽ പ്രയോജനം. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്? നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്, അലോഹ്യം കൂടരുത്. ഞാനൊരു സംശയം ചോദിച്ചതാണ്. എനിക്കിങ്ങനെ ചില സംശയങ്ങളുണ്ട്. ഈ 18 വർഷം ഇവിടെ കൺവെൻഷൻ നടന്നതായിരിക്കുമോ, അതോ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതായിരിക്കും? ഇതിലേതായിരിക്കും ഈ നാടിനും നാട്ടുകാർക്കും കൂടുതൽ സന്തോഷം, കൂടുതൽ നന്മ ഉണ്ടാവുക? എന്തായാലും നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ നമ്മുടെ വചനധ്യാനം എത്രത്തോളം ഈ നാടിന് ഗുണകരമാകുന്നുണ്ട് എന്നും ഈ നാടിൻ്റെ മതേതരത്വവും ഈ നാടിൻ്റെ ജനാധിപത്യവും നിലനിർത്തുന്നതിൽ ഈ വചനകൂടാരത്തിലുള്ള നമ്മുടെ സാന്നിധ്യവും കൂടിവരവും എത്രത്തോളം സഹായകരമായിരിക്കുന്നു എന്ന് മറ്റേത് കാലത്തേക്കാളും ഉച്ചത്തിൽ, ആഴത്തിൽ, ആർജവത്തിൽ സ്വയം ചോദിക്കുകയും അന്യോന്യം ചോദിക്കുകയും ചെയ്യണം. നാം ജീവിക്കുന്നത് ഒരു വല്ലാത്ത കാലത്തിലാണ്. മനുഷ്യൻ തിന്നുന്നത് മതമാണ്. മനുഷ്യൻ ശ്വസിക്കുന്നത് മതമാണ്. മനുഷ്യൻ മറ്റുള്ളവരെ തീറ്റിക്കുന്നത് മതമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച പച്ചക്കുതിര എന്ന മാസിക, അതിൻ്റെ പ്രധാന തലക്കെട്ട് തന്നെ ഇങ്ങനെയായിരുന്നു: മതം തിന്നുന്നവരും മതം തീറ്റിക്കുന്നവരും. അങ്ങനെ ഒരു കാലത്ത് നാം ചേർന്ന് വരുമ്പോൾ മതം തിന്നാനും മതം മറ്റുള്ളവരെ തീറ്റിക്കാനുമാണോ നാം ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച് എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു പുസ്തകം, അതും DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. അറ്റുപോകാത്ത ഓർമ്മകൾ എന്നാണ്. ഏതാണ്ട് 400 ചില്ലുവാനം പേജുണ്ട്. അത് വായിച്ചു തീരുമ്പോഴേക്കും നിങ്ങളൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിച്ചേരും.
എത്രത്തോളം ഭീകരമായി മാറുന്നു നമ്മുടെ മതജീവിതമെന്ന് ആ പുസ്തകം ഉറക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ ധ്യാനങ്ങൾ, വചന ധ്യാനങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തെ കുറച്ചുകൂടെ ജീവസുറ്റതാക്കുന്നതിനും കുറച്ചുകൂടെ മനുഷ്യോന്മുഖമാക്കുന്നതിനും കുറച്ചുകൂടെ ഭൗമോന്മുഖമാകുന്നതിനും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കൺവെൻഷനുകളിൽ മിക്കയിടത്തും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രോഗം മാറുന്നതാണ്. അത് പനിയോ ചുമയോ നടുവിന് വേദനയോ ഒക്കെയാണ്, അത് മാറണ്ട എന്നല്ല. എന്നാൽ അതിനേക്കാൾ കുറെ കൂടെ വിശാലമായി കൺവെൻഷനുകളെ കാണാൻ നമുക്ക് സാധിക്കണം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സിനിമ ഓർക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങളാരും സിനിമ കാണുന്നവരല്ല, കൂടുതലും സമയവും പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിന് സമയം കിട്ടി കാണത്തില്ല. വളരെ ഒരു സിനിമയാണ്. അതിലെ നായകൻ ജഗതിയാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റിൽ ജഗതി താമസിക്കുന്നു, കുടുംബം. പെട്ടെന്ന് ജഗതി ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഷേവ് ചെയ്യുക. മീശ പകുതി വടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു, ഈ ഫ്ലാറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടുക. സ്വാഭാവികമായും ജഗതിയും ഭാര്യയും കയ്യിൽ കിട്ടിയതൊക്കെ, ഷാജിയച്ചന് സിനിമ കണ്ടത് ഓർമ്മയുണ്ട്, അതെല്ലാം കണ്ടത്, ആ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ ഓടുകയാണ്. പെട്ടെന്നാണ് ഈ നായകനായ ജഗതിയുടെ ഭാര്യ ശ്രദ്ധിച്ചത്, ജഗതി മീശ പകുതിയെ വടിച്ചിട്ടുള്ളൂ. അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങൾ പോയി മീശയുടെ ബാക്കിയൂടെ വടിച്ചിട്ടു വാ. അപ്പൊ ജഗതി പറയുന്നുണ്ട്, തല പോകാൻ നേരത്താണോ ഈ മീശ? ഈ നാട് കത്തുകയാണ്. നമുക്ക് പ്രധാനം നടുവിന് വേദനയും തലവേദനയും ചൊറിയുമാണ്. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ പരിഗണനകളും ഈ ഉത്കണ്ഠകളുമാണ് ഇന്നത്തെ ധ്യാനത്തിന് അടിസ്ഥാനം. എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നത്തെ ധ്യാനത്തിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മാത്യു സാറ് യാദൃച്ഛികമായി പ്രാർത്ഥിച്ചതായിരിക്കാം. കൊർന്നല്യോസിൻ്റെയും പത്രോസിൻ്റെയും കാര്യമാണ് പറഞ്ഞത് പ്രാർത്ഥനയിൽ. എൻ്റെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നതും ആ വേദഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം. അതിലെ ഏതാനും ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കും. അതിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങളുടെ വായിക്കാം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല ദൈവമേ, ഈ വചനകൂടാരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വചനധ്യാനം ഞങ്ങളെ കൂടുതൽ സ്വാർത്ഥരാക്കുന്നതിന് പകരം ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മാത്രം വേവലാതിപ്പെടുന്നതിലുപരിയായി ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങൾ പാർക്കുന്ന ലോകത്തെയും കുറിച്ച് ഭാരമുള്ളവരായി തീർക്കുന്നതിന് സഹായിക്കണമേ.
കർത്താവെ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയുടെ പൂർത്തീകരണത്തിനല്ല, കൂടുതൽ നിസ്വാർത്ഥരായി, കൂടുതൽ നിസ്വരായി ജീവിക്കുന്നതിനാണ് എന്നും അതിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ അനുഭവം മനുഷ്യർക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതിനും ഈ ലോകത്തിന് കൂടുതൽ നന്മയുളവാക്കുന്നതിനും മുഖാന്തരമാക്കണമേ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ദൈവത്തെ സംരക്ഷിക്കുന്നതിനായി അതീവ ഉത്സാഹമുള്ളവരും ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാകുന്നതിന് ഞങ്ങൾ മറന്നു പോകുന്നവരുമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരുടെയും സംരക്ഷണം നിനക്ക് ആവശ്യമില്ലല്ലോ. നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിന്നെ സംരക്ഷിക്കാനല്ല, മറിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കാവൽ നിൽക്കാനാണല്ലോ. ദൈവത്തിൻ്റെ സംരക്ഷകരും ദൈവത്തിൻ്റെ ഗുണ്ടകളുമാകുന്നതിന് പകരം ദൈവത്തിൻ്റെ മക്കളാകുന്നതിനും സഹോദരങ്ങളുടെ കാവൽക്കാരാകുവാനും കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. കർത്താവെ, ഇന്നത്തെ ധ്യാനം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുന്നതിനും കൂടുതൽ നന്മയുള്ളതാക്കുന്നതിനും കൂടുതൽ മനുഷ്യത്വമുള്ളതാക്കുന്നതിനും സഹായിക്കണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മെത്രാപ്പൊലീത്ത തിരുമേനിയെയും മറ്റ് തിരുമേനിമാരെയും വൈദികരെയും സുവിശേഷകരെയും കന്യാസ്ത്രീകളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കണമേ. നിന്റെ ചൈതന്യം ഈ പന്തലിൽ പ്രസരിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. കുറേ നാളുകൾക്ക് മുൻപ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടി. മലയാളത്തിലാണ്. അതിങ്ങനെയാണ്, 3 വാചകമേ ഉള്ളതിന്. ആനയ്ക്ക് മദമിളകുന്നതും പട്ടിക്ക് പേ പിടിക്കുന്നതും മനുഷ്യന് മതം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെയാണ്. 3 ചെറിയ വാചകങ്ങളാണ്. ആനയ്ക്ക് മദമിളകുന്നതും പട്ടിക്ക് പേ പിടിക്കുന്നതും മനുഷ്യന് മതം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെയാണ്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുള്ള ഒന്നല്ല. ആനയ്ക്ക് മദമിളകിയാൽ എന്ത് സംഭവിക്കും? കണ്ണിൽ കാണുന്നവരെയൊക്കെ കൊല്ലും. ഒന്നുകിൽ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ ചവിട്ടിക്കൊല്ലും. ആവട്ടെ, നായ്ക്ക് പേ പിടിച്ചാൽ എന്ത് സംഭവിക്കും? കാണുന്നവരെയൊക്കെ കടിക്കും. ഒരു മദമിളകിയ ആനയും പേ പിടിച്ച പട്ടിയും എങ്ങനെയൊക്കെ പെരുമാറുമോ അതിൽ നിന്നും ഒട്ടും വ്യത്യാസമല്ല മനുഷ്യന് മതം തലയ്ക്ക് പിടിച്ചാൽ. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് മനുഷ്യന് മതമിളകുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ തിന്നുന്നതും ശ്വസിക്കുന്നതും തീറ്റിക്കുന്നതും എല്ലാം മതമാണ്. മറ്റൊന്നും നമുക്ക് വിഷയമല്ല. എല്ലാത്തിനെയും എല്ലാവരെയും എല്ലാറ്റിനെയും കാണുന്നത് മതത്തിൻ്റെ കണ്ണിലൂടെയാണ്. ഈ വേദഭാഗത്തെ പ്രധാന കഥാപാത്രമായിരിക്കുന്ന പത്രോസ് മതത്തിൻ്റെ കണ്ണിലൂടെ മനുഷ്യനെയും ലോകത്തെയും കാണാൻ ശീലിച്ചയാളാണ്. മതത്തിനപ്പുറത്ത് ദൈവത്തിനു പോലും അധികാരമില്ല എന്ന് ചിന്തിച്ചയാളാണ് പത്രോസ്. മതം പറയുന്നതാണ് ശരി, അതിന് പുറത്ത് ദൈവത്തിനു പോലും ഒരു ശരിയില്ല എന്ന് ചിന്തിച്ചയാളാണ്. അങ്ങനെ ഒരു പത്രോസിനാണ് ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ വെളിപാട് ലഭിക്കുന്നത്. ഈ വെളിപാട് ലഭിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു, ചില തിരിച്ചറിവുകൾ സംഭവിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന തലക്കെട്ട് മതപ്പാടിൽ നിന്നും വെളിപ്പാടിലേക്ക്, മതപ്പാടിൽ നിന്നും വെളിപ്പാടിലേക്ക്.
ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കാനാണോ നിങ്ങൾ വണ്ടി പിടിച്ചു വന്നത് എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതെന്നെ വിളിച്ചയാളെ ആർക്കെങ്കിലും കൊട്ടേഷന് കൊടുത്ത് തീർക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ കാലത്തിൽ പറയാനുള്ളത് ഇതാണ്. ഈ വേദഭാഗത്ത് 2 ദർശനങ്ങളുണ്ട്. ഒന്ന് കൊർന്നല്യോസിന് ലഭിക്കുന്ന ദർശനം, 2 പത്രോസിന് ലഭിക്കുന്ന ദർശനം. ഇതിൽ കൊർന്നല്യോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പരാമർശിച്ചിട്ട് പത്രോസിന്റെ ദർശന അനുഭവത്തിലേക്ക് നമുക്ക് വരാം. ആരാണ് കൊർന്നല്യോസ്? 10-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, കൊർന്നല്യോസ് ഒരു പട്ടാളക്കാരനാണ്. വെറും സാധാരണ പട്ടാളക്കാരനല്ല, അദ്ദേഹം ഒരു ശതാധിപനാണ്. എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ നേരിട്ടുള്ള നിയന്ത്രണം കൊർന്നല്യോസിനാണ്. ഇത്താലിക്ക എന്ന സ്ഥലത്താണ് കൊർന്നല്യോസിന്റെ ജീവിതം. കൊർന്നല്യോസിനെ കുറിച്ച് 4 കാര്യങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം ചെയ്യുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. കൊർന്നല്യോസ് ഒരു വിജാതീയനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മാമോദീസ വെള്ളം വീഴാത്തയാൾ. അങ്ങനെ ഒരു കൊർന്നല്യോസിനെ കുറിച്ച് വിശുദ്ധനായ ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ എഴുതുമ്പോൾ 4 വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. 1 ഭക്തൻ, 2 ദൈവത്തെ ഭയപ്പെടുന്നവൻ, 3 ജനത്തിന് ധർമ്മം ചെയ്യുന്നവൻ, 4 എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. നമ്മൾ ആരെങ്കിലും ആയിരുന്നു വേദപുസ്തകം എഴുതിയിരുന്നതെങ്കിൽ ഒരു പക്ഷേ കൊർന്നല്യോസിനെ വിശേഷിപ്പിക്കാൻ 4 വിശേഷണങ്ങൾക്ക് പകരം ഒരു വിശേഷണമേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. അത് ഭക്തൻ എന്ന വിശേഷണമാണ്. വേദപുസ്തകത്തിലെ ഒരു വാക്കും അറിയാതെ വന്നു ചേർന്നതല്ല. വേദപുസ്തകത്തിലെ ഒരു വാക്കും അബദ്ധത്തിൽ ചേർക്കപ്പെട്ടതല്ല. ഇതെല്ലാം ദൈവനിശ്വാസീയമാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 വിശേഷണങ്ങളും യദൃച്ഛയാ വന്നതല്ല, അത് പരിശുദ്ധാത്മ പ്രേരിതമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളായിരുന്നു വേദപുസ്തകം എഴുതിയിരുന്നതെങ്കിൽ ഭക്തൻ എന്ന ഒറ്റ വാക്കേ പറയത്തുള്ളായിരുന്നു. നമ്മുടെ ചിന്ത ഈ ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവൻ എന്നാണ് അർത്ഥം. പിന്നെ വേറെ ഒരു വിശേഷണവും ആവശ്യമില്ല. എന്നാൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവൻ എന്നല്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ ലൂക്കോസ് ബാക്കി 3 വിശേഷണങ്ങൾ ഭക്തൻ എന്ന വിശേഷണത്തോട് കൂട്ടിച്ചേർക്കില്ലായിരുന്നു. കൊർന്നല്യോസ് ഭക്തനാണ്. 2-ാമത്തെ വിശേഷണം ദൈവഭയമുള്ളവനാണ്. അതെന്തിനാണ് ഒരാളെ ഭക്തനെന്നും ദൈവഭയമുള്ളവനെന്നും രണ്ടും കൂടെ പറയണോ? ഒന്ന് പറഞ്ഞാൽ പോരെ? എൻ്റെ ഒരു അനുമാനം, എല്ലാ ഭക്തന്മാരും ദൈവഭയമുള്ളവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കൊർന്നല്യോസിനെ കുറിച്ച് അവൻ ഭക്തനാണെന്ന് മാത്രം മതി. അപ്പോൾ ദൈവഭയമുള്ള ഭക്തന്മാരുമുണ്ട്, ദൈവഭയം ഇല്ലാത്ത ഭക്തന്മാരുമുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നത് ഭക്തന്മാർ മാത്രമല്ല, കപടഭക്തിക്കാരും പ്രാർത്ഥിക്കും.
അതുകൊണ്ട് ഒരു ഭക്തന്റെ ഏക ലക്ഷണം പ്രാർത്ഥനയാണെന്ന് കരുതേണ്ട. കാരണം പ്രാർത്ഥിക്കുന്നത് ഭക്തന്മാർ മാത്രമല്ല, കപടഭക്തിക്കാരുമുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പോൾ ദൈവഭയം ഉള്ള ഭക്തന്മാരുമുണ്ട്, ദൈവഭയം ഇല്ലാത്ത ഭക്തന്മാരുമുണ്ട്. കൊർന്നല്യോസ് ദൈവഭയം ഉള്ള ഭക്തനാണ്. അടുത്ത വിശേഷണം എന്താണ്? മനുഷ്യന് പ്രയോജനമുള്ളവൻ. ഈ പറഞ്ഞ അതേ യുക്തി വെച്ചിട്ടാണെങ്കിൽ എല്ലാ ഭക്തന്മാരും മനുഷ്യർക്ക് പ്രയോജനമുള്ളവരല്ല. ചില ഭക്തന്മാർ രാവിലെ ഒരു 50 സ്തോത്രം മേളിലോട്ട് വിടും, വൈകിട്ട് ഒരു 50 എണ്ണം വിടും മേളിലോട്ട്. അത് മോശമാണ് എന്നല്ല, പക്ഷേ അവരെ കൊണ്ട് മനുഷ്യർക്ക് വല്ല പ്രയോജനമുണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിക്കണം. മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഭക്തന്മാർ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് പറയുന്നത്, കൊർന്നല്യോസ് മനുഷ്യന് പ്രയോജനമുള്ള ഭക്തനാണ്. നാലാമത് പറയുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമ്മളായിരുന്നു ഈ സുവിശേഷം എഴുതിയിരുന്നതെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നത് ആദ്യം എഴുതിയന്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഒരു വാക്കും അബദ്ധത്തിലോ എതിർച്ചയായോ വന്നു ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ മുൻഗണനാക്രമത്തിൽ തന്നെയാണ് എഴുതുന്നത്. അയാൾ ഭക്തനാണ്, ദൈവഭയമുള്ളവനാണ്, മനുഷ്യന് പ്രയോജനമുള്ളവനാണ്. നാലാമതായിട്ടാണ് പറയുന്നത്, അയാൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവത്തെ ഭയപ്പെടാത്തവൻ്റെ, മനുഷ്യന് പ്രയോജനമില്ലാത്തവൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് കൊർന്നല്യോസ് ഭക്തനാണ്, ദൈവഭയമുള്ള ഭക്തനാണ്, മനുഷ്യന് പ്രയോജനമുള്ളവനാണ്. ഏറ്റവും അവസാനം നാലാമതായി പറയുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഈ കൊർന്നല്യോസിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ദർശനത്തിലേക്ക് വരാം. രണ്ടാമത്തെ ദർശനം പത്രോസിനാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ 9-ാം വാക്യം പറയുന്നുണ്ട്, പത്രോസ് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. എന്താണ് വെൺമാടം എന്ന് അറിയാനുള്ള ഒരു സൂചന, ഒരു ക്ലൂ അവിടെ ഉണ്ട്. അത് കയറി എന്ന വാക്കുമായി ബന്ധപ്പെട്ട. കയറി എന്നതുകൊണ്ട് തന്നെ അത് ഉയർന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം. ഇപ്പം മഹാബലിയെ വാമനൻ ചവിട്ടി പാതാളത്തിലോട്ട് താഴ്ത്തി. അപ്പൊ പാതാളം എവിടെയാ? താഴെ എവിടെയാണ്? അത് കുഴിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാം. അതുകൊണ്ടാണല്ലോ താഴ്ത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് വീടിൻ്റെ ഒരു മുകൾ ഭാഗം എന്നൊക്കെ ആയിരിക്കണം വെൺമാടം എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അവിടെ പറയുന്നുണ്ട്, പത്രോസിന് വല്ലാതെ വിശന്നു. അടുത്ത വാചകം പറയുന്നത്, അവന് വല്ലാതെ വിശന്നിട്ട് വിവശതയുണ്ടായി. അപ്പോൾ വിവശത എന്ന് പറഞ്ഞാൽ എന്നാ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇരുന്നോളുക, അല്ലാത്തവർ മാത്രം പറഞ്ഞാൽ മതി. നല്ല വിശപ്പ് വന്ന് കണ്ണിക്കൂടെ പൊന്നീച്ച പറക്കുമ്പോഴാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വിശന്നിട്ടല്ല, വയറ് വല്ലാതെ നിറഞ്ഞിട്ടാണ് കണ്ണിക്കൂടി ഈച്ച പോകുന്നത്. വിശപ്പുണ്ടായപ്പോൾ പത്രോസിന് അവശതയുണ്ടായി. അവശതയുണ്ടായപ്പോൾ പത്രോസിന് വിവശതയുണ്ടായി. അപ്പോൾ വല്ലാത്ത വിശപ്പുണ്ടായപ്പോൾ പത്രോസിനുണ്ടായ അനുഭവമാണ് വിവശത, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ വിശന്നിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു തുപ്പട്ടി താഴോട്ട് വന്നു. എന്തോ താഴോട്ട് വന്ന്? തുപ്പൽ തെറിക്കാതെന്ന് പറയാമോ? നമ്മൾ പലത് കേട്ടിട്ടുണ്ട്, തുപ്പട്ടി, വേപ്പട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് തീപ്പെട്ടി, ഇത് തുപ്പട്ടി. എന്താണ് തുപ്പട്ടി? ഒന്നുമില്ല, ഒരു പാത്രം, 4 മൂലയുള്ള ഒരു പാത്രം. ഈ പാത്രം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വരും. പത്രോസ് ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ
12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും പറവജാതിയും ഉണ്ടായത്. എൻ്റെ ഒരു അനുമാനം, ഈ പെട്ടി ഒരു ഇമ്മിണി വലിയ പെട്ടിയായിരിക്കും. ഞാൻ കാസർഗോഡുകാരനല്ല, ബഷീറിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ഗോഫർ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകം. അവിടെ പറയുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈരണ്ടായി പെട്ടകത്തിൽ ചേർത്തു. എന്നിട്ട് തന്നെ അത്രയും വലിയ പെട്ടകമായിരുന്നു എങ്കിൽ ഇവിടെ ഭൂമിയിലെ സകലവിധ നാൽക്കാലി, ഇഴജാതി, പറവജാതി എന്തൊരു വലിയ വലിപ്പമായിരിക്കും. പത്രോസ് ഓടിച്ചെന്ന് ഈ തുപ്പട്ടിയിലോട്ട് നോക്കി. വിശന്ന് കണ്ണിക്കൂടി ഈച്ച പോയിരിക്കുന്ന സമയമാണ്, പൊന്നീച്ച പറക്കുന്ന സമയമാണ്. ഇതിൻ്റെ അകത്ത് വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ പത്തിരിയോ കാണുമെന്ന് വിചാരിച്ചാ ചെന്നത്. ചെന്നപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാറുണ്ടല്ലോ, ആ പേരുള്ള എല്ലാ മൃഗങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പത്രോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശബ്ദം, പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. പത്രോസിന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ തന്നെ ഓക്കാനം വന്നു. ഉടനെ പത്രോസ് ദൈവത്തോട് പറയുന്നൊരു മറുപടിയുണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആരാ ഡീസന്റ്? ദൈവമാണോ പത്രോസാണോ? വൃത്തികെട്ട സാധനം കൊടുത്തിട്ട് കഴിക്കാൻ പറയുന്ന ദൈവമാണോ? ദൈവം പറഞ്ഞാലും വൃത്തികെട്ടത് കഴിക്കത്തില്ലെന്ന് പറയുന്ന പത്രോസാണോ? നമ്മുടെയൊക്കെ പള്ളികളിൽ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ദൈവത്തേക്കാൾ കൂടിയ കേസാ. അവരൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പം ദൈവം പോലും എഴുന്നേറ്റ് മുണ്ടഴിച്ചിടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം പത്രോസിനോട് പറയാ, പത്രോസെ ഇത് എഴുന്നേറ്റ് അറുത്ത് തിന്നണം. ഉടനെ പത്രോസ് പറയാ, ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ മലിനവും അശുദ്ധവുമായത് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നീ പറഞ്ഞാൽ ഞാൻ ഇത് കഴിക്കില്ല. അപ്പോൾ ആരാ നല്ലവൻ? നിങ്ങൾ ആ ഇടയ്ക്ക് ആ വിരൽ ഇവിടെ ഒന്ന് പിടിച്ചു നോക്കണേ, ശ്വാസം ഉണ്ടോന്ന് അറിയാൻ. ആരാ നല്ലവൻ? ദൈവത്തെക്കാൾ വിശുദ്ധനാണ് എന്ന് ധരിക്കുന്ന പത്രോസ് വീണ്ടും പത്രോസിനോട് പറഞ്ഞു, മോനെ പത്രോസേ എഴുന്നേറ്റ് കഴിക്കട കൂട്ട. പത്രോസ് പറഞ്ഞു കാണും, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. ഉടനെ ദൈവം പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. 15-ാമത്തെ വാക്യം, ഈ വേദഭാഗം വ്യാഖ്യാനിക്കാനുള്ള താക്കോൽ അതാണ്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നത് എന്ത്? ഈ 10-ാം അധ്യായത്തിൻ്റെ ഹെർമന്യൂട്ടിക്കൽ കീ, അത് വ്യാഖ്യാനിക്കാനുള്ള താക്കോലാണ്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നത് എന്ത്? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു വസ്തുവിനെ, ഒരു മനുഷ്യനെ മലിനനെന്നും അശുദ്ധനെന്നും തീരുമാനിക്കുന്നത് ദൈവമാണോ മനുഷ്യനാണോ? അതാണ് ഈ വേദഭാഗത്തെ പ്രസക്തമായ വിഷയം. ഇവിടെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഹൂദന്മാർ എപ്പോഴും അവരെ മാത്രമാണ് വിശുദ്ധന്മാർ എന്ന് കരുതിയിരുന്നത്. അതിന് 3 അടിസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, ദേശം. യഹൂദന്മാർ താമസിക്കുന്ന ദേശം വിശുദ്ധം. യഹൂദന്മാരല്ലാത്തവരെല്ലാം താമസിക്കുന്ന ദേശം അശുദ്ധം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വൃത്തികെട്ട നാട്ടിൽ നിന്നും 1 ലക്ഷം രൂപ മുടക്കി എവിടോട്ട് പോകുന്നത്? വിശുദ്ധ നാട്ടിലോട്ട് പോകുന്നു. കാരണം ഇവിടെ എല്ലാം വൃത്തികെട്ട സ്ഥലമാണല്ലോ, കൺട്രി ഫെലോസ് ഇവിടെ ഉള്ളത്.
ഇത് യഹൂദൻ നൂറ്റാണ്ടുകളായി പറയുന്ന കാര്യമാണ്. ഞങ്ങൾ എവിടെ താമസിക്കുന്നുവോ ഞങ്ങൾ താമസിക്കുന്ന നാടാണ് വിശുദ്ധ നാട്. 2, ഞങ്ങൾ മാത്രമാണ് വിശുദ്ധൻ. വംശം, ലാൻഡ്. 2, റേസ്, വംശം. യഹൂദന്മാർ മാത്രമാണ് വിശുദ്ധന്മാർ. യഹൂദന്മാർ മാത്രമാണ് മനുഷ്യർ. 3, യഹൂദൻ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധം. അപ്പോൾ ദേശം, വംശം, ഭക്ഷണം, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് യഹൂദന്മാർ തങ്ങളെ തന്നെ വിശുദ്ധന്മാർ എന്ന് അടയാളപ്പെടുത്തുന്നു. ഈ വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. പത്രോസ് 3-ാം പ്രാവശ്യവും ദൈവം പറഞ്ഞു, പത്രോസേ എഴുന്നേറ്റ് അറുത്തു തിന്ന്. പത്രോസ് ഒരു വട്ടം കൂടെ അതിൻ്റെ അകത്ത് നോക്കി. അതിനകത്ത് കാണും വല്ല മൈക്രോവേവോ വല്ല പെറോ സ്പോട്ട്. എന്തായാലും തമ്പുരാൻ പറഞ്ഞതല്ലേ, ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് മൈക്രോവേവ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കി. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അവസാനം ആര് തോറ്റു? തൊപ്പിയിട്ടു. നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവം ശശിയായി. 3 പ്രാവശ്യം പത്രോസിനോട് പറഞ്ഞിട്ടും പത്രോസ് അനുസരിച്ചില്ല. അതിൻ്റെ കാരണം ദൈവമല്ല, യഹൂദ മതമാണ് തീരുമാനിക്കുന്നത് ഏതാണ്, ആരാണ് വിശുദ്ധൻ, അശുദ്ധം. അതുകൊണ്ട് താൻ വിശ്വസിക്കുന്ന മതത്തിനപ്പുറത്ത്, തൻ്റെ മതവിശ്വാസങ്ങൾക്കപ്പുറത്ത് ദൈവത്തിനു പോലും അധികാരമില്ല എന്ന് ചിന്തിച്ചയാളാണ് പത്രോസ്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, ഒരു വസ്തു, ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു ദേശം ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവം അല്ല, യഹൂദ മതമാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, ദൈവം പറഞ്ഞാലും മലിനവും അശുദ്ധവുമായത് ഞാൻ കഴിക്കില്ല. നമ്മുടെ ധ്യാനത്തിൻ്റെ താക്കോൽ വാക്യം ഇതാണ്: ദൈവമാണോ മതമാണോ, ആരാണ് ശുദ്ധൻ, ഏതാണ് ശുദ്ധം എന്ന് തീരുമാനിക്കും. നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നാം കടന്നു വരിക. ഇനിയാണ് അതിൻ്റെ പ്രസക്ത ഭാഗം. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇയാൾ ഇതുവരെ പറഞ്ഞൊന്നും അത്ര പ്രസക്തമല്ലേ? അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെ പത്രോസ് വെൺമാടത്തിൽ നിന്ന് താഴെ വരുന്നു. നോക്കിയപ്പോൾ താഴെ 2 പേര് നിപ്പുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ യോപ്പയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ പറഞ്ഞു, ആധാർ കാർഡ് കാണിക്കണം. അപ്പം എല്ലാം അതിൻ്റെ കാലമാണല്ലോ, അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ആധാർ കാർഡും ബാക്കി രജിസ്റ്ററും എല്ലാം കാണിച്ചു. ഞങ്ങൾ യോപ്പയിൽ നിന്നുള്ളവരാണ്. അതെല്ലാം കാണിച്ചു. പതുക്കെ പത്രോസ് അവരോടൊപ്പം പോയി കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. കൊർന്നല്യോസിന്റെ ഉമ്മറത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൊർന്നല്യോസ് പത്രോസിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീഴുകയാണ്. 26-ാമത്തെ വാക്യം. അങ്ങനെ കാൽക്കൽ വീഴുമ്പോൾ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ചിന്ത. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസിനുണ്ടായ മാനസാന്തരമാണ്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ചില ദുശീലങ്ങൾ അവസാനിപ്പിക്കുന്നതിലേക്ക് നമ്മൾ ഇന്ന് വല്ലാതെ ചുരുക്കിയിട്ടുണ്ട്. കള്ളുകുടിയെ നിർത്തുന്നതും പുകവലി അവസാനിപ്പിക്കുന്നതും മാത്രമാണോ മാനസാന്തരം? അതുകൊണ്ടാണ് നമുക്ക് സാമൂഹിക തിന്മയൊക്കെ ഉള്ള അവസരങ്ങൾ, അങ്ങനെ യോഗങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ കേരളത്തിലില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു കള്ളുകുടിയെ കൊണ്ടുവരും. കാരണം പാപി എന്ന് പറഞ്ഞ അവനാണല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാമൂഹിക തിന്മയ്ക്ക് നമുക്ക് അവൈലബിൾ ആയ ഏക പാപി 15 കൊല്ലം മുമ്പ് കള്ളുകൂടി നിർത്തി ഒരുത്തനുണ്ട്. അവനെ എവിടുന്നെങ്കിലും വിളിച്ചുകൊണ്ട് വരും. അതിനേക്കാൾ അധമമായ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഏഷണി, കൈക്കൂലി, കുശുമ്പ്, ഇത് കൂട്ടിക്കൊടുപ്പ്, ഇതൊന്നും പാപമല്ല. നമുക്കറിയാവുന്ന ഏക പാപം കള്ളുകൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സാമൂഹിക തിന്മയുടെ വേദിയിൽ കൈക്കൂലി വാങ്ങിച്ചത് നിർത്തി എന്ന് മാനസാന്തര സാക്ഷ്യം പറഞ്ഞ ഏതെങ്കിലും ഒരുത്തനെ കണ്ടിട്ടുണ്ടോ?
കിട്ടത്തില്ല. ആകെ അവൈലബിൾ ആയിരിക്കുന്ന പാപി ഏതാണ്? കള്ളൂടി നിർത്തി. അവൻ നിർത്തിയില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെന്ന് ഞാൻ ആലോചിക്കും. അതുകൊണ്ട് ഈ മാനസാന്തരത്തെ നമ്മൾ ഇന്ന് വല്ലാതെ ലഘൂകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സങ്കുചിത മനോഭാവങ്ങൾ, നമ്മുടെ ഇടുങ്ങിയ മതബോധം, മറ്റുള്ളവരെ, മറ്റു മതങ്ങളെ, മറ്റു മനുഷ്യരെ അംഗീകരിക്കാനുള്ള നമ്മുടെ വൈമനസ്യം, ഇതിനെയൊക്കെ പാപമായി കാണാത്തത് എന്താണ്? അതുകൊണ്ട് ഇവിടെ പത്രോസിന്റെ മാനസാന്തരം എന്ന് പറയുമ്പോൾ അവിടെ കള്ളൂടി നിർത്തിയതോ ബീഡി വലി അവസാനിപ്പിച്ചതോ അല്ല, മറിച്ച് പത്രോസിന്റെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പുതിയ ഡിസേൺമെന്റ് ആണ്, ഒരു പുതിയ തിരിച്ചറിവാണ്. മാനസാന്തരം ദുശീലങ്ങൾ അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, അത് ചില പുതിയ തിരിച്ചറിവുകളുടെയാണ്, അത് ചില പുതിയ ഭാവനകളാണ്, മനസ്സിനെ കുറച്ചുകൂടെ വിശാലമാക്കലാണ്, നമ്മുടെ ചിന്താഗതികളെ കുറെ കൂടെ മറ്റുള്ളവരെ ചേർക്കുന്നതാണ്, ഉൾച്ചേർക്കുന്നതാണ്. അതുകൊണ്ട് സങ്കുചിത മനോഭാവങ്ങളിൽ നിന്നും ഇടുങ്ങിയ മതബോധത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, വിടുതൽ, അതിനെയും മാനസാന്തരമായി നമുക്ക് കാണണം. പത്രോസിനുണ്ടായ തിരിച്ചറിവ്, പത്രോസ് കൊർന്നല്യോസിനോട് പറയുകയാണ്, എഴുന്നേൽക്ക, ഞാനും മനുഷ്യനത്രേ. ഗെറ്റ് അപ്പ്, ഐ ടു ആം എ ഹ്യൂമൻ ബീയിങ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന കൊർന്നല്യോസിനോട് എഴുന്നേൽക്ക, ഞാൻ ഒരു മനുഷ്യനത്രേ എന്നല്ല പറയുന്നത്, ഞാനും ഐ ടു ആം എ ഹ്യൂമൻ ബീയിങ്. ഞാനൊരു മനുഷ്യനാണ് എന്ന് പത്രോസിന് പറയാൻ പ്രയാസമില്ല. പക്ഷേ ഒരു അന്യജാതിക്കാരന്റെ വീട്ടിൽ ചെന്ന് ഞാനും മനുഷ്യനാണ് എന്ന് പറയുന്നത് ഒരു പുതിയ തിരിച്ചറിവും ഒരു പുതിയ ആത്മീയതയുമാണ്. അതെന്താണ്? നീയും ഞാനും മനുഷ്യനാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടിയത് നമ്മൾ മനുഷ്യരാവുക എന്നതാണ്. നമ്മുടെ പ്രാഥമിക സ്വത്വം, നമ്മുടെ പ്രൈമറി ഐഡന്റിറ്റി എന്ന് പറയുന്നത് മനുഷ്യരാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് കനാനായക്കാരായിട്ടല്ല. അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരെ ഓർത്ത് ഞാൻ കരയുന്നു. ദൈവം, വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. സോ ബി ഹ്യൂമൻ ഫസ്റ്റ്. പത്രോസ് വെൺമാടത്തിൽ കയറിയത് യഹൂദനായി, ഇറങ്ങിയത് മനുഷ്യനായി. ഇതുവരെ എല്ലാത്തിനെയും, എല്ലാവരെയും, എല്ലാറ്റിനെയും യഹൂദ മതത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ട പത്രോസ് ജീവിതത്തിൽ ആദ്യമായി ഒരു അന്യമതക്കാരന്റെ മുഖത്ത് നോക്കി പറയുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നീയും ഞാനും മനുഷ്യനാണ്. നമ്മൾ എന്നാണ് ഏറ്റവും അവസാനം ഒരു മനുഷ്യനെ കണ്ടത്? ഏറ്റവും അവസാനം ഒരു മനുഷ്യനെ കണ്ടത് എപ്പോഴാണ്? സ്റ്റേജിലോട്ട് നോക്കിയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇന്ന് വംശനാശം സംഭവിക്കുന്നത് സിംഹവാലം കുരങ്ങനല്ല, മനുഷ്യനാണ്. കാരണം ഇന്ന് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇല്ലാത്തതാരാണ്? മനുഷ്യൻ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളൊക്കെ മനുഷ്യരാണെന്നാ. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കി വെച്ചു, ഇയാളൊരു മനുഷ്യനാണോടോ എന്ന് ചോദിക്കത്തില്ലേ? ഇങ്ങോട്ട് വന്ന വഴിക്കും കാറായിരുന്നു ചോദിച്ചില്ലേ? എന്താണ് ഈ മനുഷ്യൻ? ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാറുണ്ട്, പശുവിനെ പശുവാക്കുന്നത് പശുത്വം, പട്ടിയെ പട്ടിയാക്കുന്നത് പട്ടിത്തം. അതിന്റെ വള്ളി കളയരുത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യത്വം. ചമ്മാരെ പറഞ്ഞപ്പോ എന്തൊരു സന്തോഷം. അതുകൊണ്ട് ഞാൻ മനുഷ്യനാവുന്നത് എപ്പോഴാണ്? മനുഷ്യത്വമാണ്.
അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ നോക്കി പറയാണ്, ബിഹോൾഡ് ദ മാൻ. നിങ്ങൾ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? നോക്ക്, ലുക്ക് അറ്റ് ദ ക്രോസ് ആൻഡ് സീ വാട്ട് ഹ്യൂമൻ ഈസ് ആൻഡ് ഹൂ ഹ്യൂമൻ ഈസ്. പീലാത്തോസ് യേശുവിനെ നോക്കിയിട്ട് പറയാണ്, ഇതാണ് മനുഷ്യൻ. ബിഹോൾഡ് ദ മാൻ. ഇന്ന് നമുക്ക് കാണാനില്ലാത്തത് മനുഷ്യനെയാണ്. ഞാൻ കോട്ടയത്തിനടുത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു സ്ഥലമുണ്ട്, കഞ്ഞിക്കുഴി എന്ന് പറയും. കേരളത്തിൽ പല കുഴികളുണ്ട്. വാളക്കുഴി, കാരിക്കുഴി, മാങ്കാങ്കുഴി, കഞ്ഞിക്കുഴി. ഇത് പ്രൈവറ്റ് ബസ് പോകുന്ന റൂട്ടല്ല, കേരളത്തിലുള്ള കുഴികളുടെ കാര്യമൊക്കെ പറഞ്ഞ. കുറേ നാൾ മുമ്പ് കഞ്ഞിക്കുഴിയിൽ ഒരു 2 സംഭവം നടന്നു. ഈ 2 സംഭവങ്ങളുടെയും കൂടെ ചിത്രം എടുത്ത് മാതൃഭൂമി പത്രത്തിൽ അവരിങ്ങനെ ജെക്സ്റ്റാപ്പോസ് ചെയ്ത് വെച്ചിരുന്നു, എന്ന് പറഞ്ഞാൽ ചേർത്ത് വെച്ചു. അതിൽ ആദ്യത്തെ സംഭവം, കഞ്ഞിക്കുഴി ജംഗ്ഷൻ അടുത്ത് ഒരു മനുഷ്യൻ വണ്ടി മുട്ടി ഒരു ബൈക്ക് യാത്രക്കാരൻ റോഡിൽ വീണു. അയാൾ മണിക്കൂറോളം അവിടെ കിടക്കുക, ചോര വാർന്നൊലിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കോട്ടയത്ത് വന്നാൽ അറിയാം, മിക്കവാറും വണ്ടികളുടെയൊക്കെ പുറകിൽ ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങും നിർത്തുകയില്ല. കാരണം ജീസസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഓട്ടമാണ്. അങ്ങോട്ട് ജീസസ് കമ്മിങ് സൂൺ, ഇങ്ങോട്ട് ജീസസ് കമ്മിങ്. അതിൻ്റെ ഇടയ്ക്ക് ആരുടെ കാറ്റ് പോയാലും കാരണം നിർത്താൻ പറ്റില്ല. കാരണം ജീസസ് അതുകൊണ്ട് അങ്ങോട്ട് ജീസസ് പോകുന്നു, ഇങ്ങോട്ട് ജീസസ് വരുന്നു. ഈ പാവം മനുഷ്യൻ അവിടെ കിടന്ന് മരിച്ചു. ഈ സംഭവത്തിന് നടക്കുന്നതിന് ഒരു 100 മീറ്റർ അപ്പുറത്ത് മറ്റൊരു സംഭവം നടന്നു. അത് ഒരു പട്ടിയുടെ ദേഹത്ത് വണ്ടി മുട്ടി, പട്ടി റോഡിൽ കിടക്കുക. അപ്പൊ ഇതിന്റെ കൂടപ്പറപ്പുകളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്കറിയത്തില്ലല്ലോ ആംബുലൻസിന്റെ നമ്പരോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നമ്പരോ പട്ടിക്കറിയോ. അപ്പോൾ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് മറ്റു വണ്ടികൾ വീണ്ടും വന്ന് ഈ റോഡിൽ കിടക്കുന്ന നായയുടെ ദേഹത്ത് കയറാതിരിക്കാൻ അതിനു ചുറ്റും കാവല് നിൽക്കുക. ഈ 2 ചിത്രവും കൂടെ എടുത്തിട്ടാണ് അന്ന് മാതൃഭൂമിയിൽ ചേർത്ത് വെച്ച് വന്നത്. സാധാരണ സങ്കടവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ വയ്യാതെ കിടന്നിട്ട് ഒരു ഡാഷും തിരിഞ്ഞു നോക്കിയില്ല എന്ന് സാധാരണ പറയാറുണ്ട്. ഇനി അങ്ങനെ പറയരുത്. കാരണം അത് അവരുടെ വംശത്തിന് നേരെയുള്ള വലിയ അധിക്ഷേപമാണ്. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ വയ്യാതെ കിടന്നിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു, മറ്റേത് പറയരുത്. എവിടാ മനുഷ്യൻ? ഇന്ന് മനുഷ്യനില്ല. ഇന്നുള്ളത് മുഴുവൻ മതജീവികളാണ്. ഇന്നുള്ളത് മുഴുവൻ മതം തിന്നുന്നവരാണ്, മതം ഉപാസിക്കുന്നവരാണ്, മതത്തെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. മനുഷ്യനെ മനുഷ്യനാക്കാനാണ് ആത്മീക ജീവിതം. നിർഭാഗ്യവശാൽ നമുക്ക് എന്തില്ല? മനുഷ്യനില്ല. നിങ്ങൾ ഈ മാട്രിമോണിയൽ കോളങ്ങൾ വായിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ ചിലരെങ്കിലും. നിങ്ങളത് വായിക്കണം. ഇക്കിളി ഇട്ടാൽ ചിരിക്കാത്തവൻ പോലും ചിരിച്ചു. ഭയങ്കര കേട്ടോ. അതിനകത്തെ വിശേഷണങ്ങളൊക്കെ വായിച്ചാൽ ഭയങ്കര കോമഡിയാണ്. വേറെ കോമഡിക്ക് എങ്ങും പോകണ്ട. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പം വെറുതെ എടുത്ത് ഒരു വിവാഹാലോചനയുടെ പരസ്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. തുടക്കം ഇങ്ങനെ ആയിരിക്കും, തവിട്ട് നിറമുള്ളവൻ. ഞാൻ ആ തവിട് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. തവിട്ട് നിറം, ഉന്നത കുലജാതൻ. അത് എന്ത് കൊലയാണെന്ന് എനിക്ക് ഇത്രയും നാളായിട്ട് അറിഞ്ഞുകൂടാ. കേരളത്തിൽ ഇപ്പം വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു കൊലയാണ് വാഴക്കൊല, ഏത്തക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉന്നത കൊല, ഉന്നത കുലജാതൻ. സെന്റ് തോമസ് അപ്പോസ്തലനെ വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നവൻ. നമ്മളെല്ലാം ബ്രാഹ്മണൻ നമ്മളെ മുക്കി എന്ന് പറഞ്ഞായിരിക്കുന്നത്. ബ്രാഹ്മണൻ 8-ാം നൂറ്റാണ്ടിലാണ് വന്നത്. 8-ാം നൂറ്റാണ്ടിൽ വന്ന ബ്രാഹ്മണനെ 1-ാം നൂറ്റാണ്ടിൽ വന്ന സെന്റ് തോമസ് അപ്പോസ്തലനെ മുക്കണമെങ്കിൽ നമ്മുടെ അപ്പൻ കുമ്പിടി ആയിരിക്കണം. അതുകൊണ്ട് ഉന്നത കുല, തവിട്ട് നിറം. സെന്റ് തോമസ് അപ്പോസ്തലനെ വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന അമ്മായിയുടെ നടുവൊടിഞ്ഞ ഉപ്പാപ്പന്റെ വഴിതെറ്റിപ്പോയ 3-ാമത്തെ പെങ്ങളുടെ 4-ാമത്തെ അനിയന്റെ 2-ാമത്തെ മോന്റെ ചാർച്ചയിലുള്ളതാണ്. പെറ്റതള്ള സഹിക്കത്തില്ല ഈ വിശേഷണം കേട്ട.
അതൊക്കെ ഇട്ടോളുക, അതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ. എന്നാൽ ഈ പറയുന്ന വിശേഷണങ്ങളൊന്നും ഇപ്പോൾ ഇപ്പം കുറച്ചുകൂടി ഒരു ആത്മീയം കൂടിയവരാണെ പറയും വീണ്ടും ജനിച്ചവരെന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾക്ക് കിഡ്നി വേണം. ഏതെങ്കിലും ആത്മീയക്കാരൻ പറയുമോ വീണ്ടും ജനിച്ച കിഡ്നി? അങ്ങനെ ഒരു കിഡ്നി ഉണ്ടോ? ഉന്നത കുലജാതന്റെ കിഡ്നി ഉണ്ടോ? നിങ്ങൾക്ക് രക്തം വേണം, നിങ്ങൾക്ക് കിഡ്നി വേണം, നിങ്ങൾക്ക് ഹൃദയം വേണം. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ രോഗിയായിരിക്കുന്ന അവസരങ്ങളിൽ, മനുഷ്യൻ മരണാസന്നനായിരിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് അവയവങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ, അപ്പോഴൊന്നും ഈ കല്യാണാലോചനയുടെ സമയത്ത് പറയുന്ന വിശേഷണങ്ങൾ എന്തേ നാം പറയാത്തത്? അങ്ങനെ ഒരു കൊലയിലെ കിഡ്നി നോക്കിയിരുന്ന ചട്നി പോലും കിട്ടത്തില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയേ ഉള്ളൂ. അത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പത്രോസ് പറയുന്നു, എഴുന്നേൽക്ക്, ഞാനും ഒരു മനുഷ്യനാണ്. വർഷങ്ങൾക്ക് മുൻപ് സുകുമാർ അഴീക്കോട് പ്രസംഗകലയുടെ രാജശില്പിയാണ്. അദ്ദേഹം കലാകൗമുദിയിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുസ്ലിം കിഡ്നി ഉണ്ടോ? കിഡ്നിക്കും ഹൃദയത്തിനും രക്തത്തിനും ജാതിയില്ല, മതമില്ല. ഏതാനും നാളുകൾക്ക് മുൻപാണ് കേരളത്തിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഹൃദയം നൽകിയത് തിരുവനന്തപുരത്തുള്ള ഒരു ഹൈന്ദവ സ്നേഹിതൻ. ഹൃദയം സ്വീകരിച്ചത് എറണാകുളത്തുള്ള ഒരു കത്തോലിക്ക യുവാവ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഹൃദയം സ്വീകരിച്ചയാൾ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുന്നു. കാരണം ആ മനുഷ്യൻ സ്വീകരിച്ചത് ഒരു ഹൈന്ദവ സഹോദരന്റെ ഹൃദയമാണെങ്കിലും ആ ഹൃദയത്തിന് മതമില്ല. അത് ഹൈന്ദവ ഹൃദയമല്ല, അതൊരു മനുഷ്യന്റെ ഹൃദയമാണ്. ഇന്ന് നമുക്കാവശ്യം കനാനായക്കാരാകാനല്ല, മനുഷ്യനാവാനാ. ഇത് കനാനായ കൺവെൻഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് കനാനായ എന്ന് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബി ഹ്യൂമൻ ഫസ്റ്റ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി, വിദേശത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞാൻ വിദേശത്ത് പോയി എന്ന് നിങ്ങൾ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ അറിയും? ഇതൊക്കെ ഞങ്ങളുടെ പ്രസംഗരുടെ തള്ളെന്ന് പറയുന്നത്. ഞാൻ ഉഗാണ്ടായി പോയപ്പോൾ, ഞാൻ ബസ്പുർഖാനായി പോയപ്പോൾ, ഏതായാലും സ്വാഗത പ്രസംഗത്തിൽ ഇതെല്ലാം കൂടെ പറയാനൊക്കത്തില്ല. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറയും. ഇങ്ങനെയുള്ള തള്ളുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോണത്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇച്ചിരി ആ വിശദാംശങ്ങൾ ഒരല്പം ട്വിസ്റ്റ് ചെയ്താണ് പറയുന്നത്. കാരണം യഥാർത്ഥത്തിലുള്ള വ്യക്തികളുടെ പേര് പറയാൻ പാടില്ലല്ലോ, അതൊരു പ്രസംഗത്തിൻ്റെ നിയമമായതുകൊണ്ടും മര്യാദ ആയതുകൊണ്ടും. അതുകൊണ്ട് ഇച്ചിരി മാറ്റി പറയാം. ഞാനൊരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഒരു പെങ്കൊച്ചിൻ്റെയാണ്, കല്യാണം കഴിച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും, അച്ഛൻ ഉടനെ വരണം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇച്ചിരി ബിസിയാണ്, ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ, അടുത്ത ആഴ്ചത്തേക്ക് കൊല്ലും. പറഞ്ഞ അച്ഛൻ തമാശ വിട്, ഞാൻ മരിക്കാൻ പോവാ. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇവളെങ്ങാണോ ആത്മഹത്യ ചെയ്താൽ പോലീസ് ഇവളുടെ ഫോൺ നോക്കും. അപ്പം അവസാനത്തെ കോൾ ആരെയാ വിളിച്ചേ? പഴയതുപോലെ ഗോതമ്പുണ്ടയ്ക്ക് അത്ര ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പൗരോഹിത്യ ധർമ്മം കൊണ്ടോ നീതിബോധം കൊണ്ടോ മനുഷ്യസ്നേഹം കൊണ്ടോ ഒന്നുമല്ല, അവളെങ്ങാനും ആത്മഹത്യ ചെയ്താൽ പോലീസുകാരെങ്ങാനും ഫോൺ നോക്കിയാൽ അവസാനത്തെ കോൾ എൻ്റേതാണ്, വെറുതെ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? ഞാൻ ഓടിച്ചെന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചോദിച്ചു, എന്താ കൊച്ചേ പ്രശ്നം? അത് എന്നെ ചവിട്ടുകയും തുപ്പുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ ചവിട്ട് തൊഴി എന്നൊക്കെ പറയുന്നത് മിക്കവാറും എല്ലാ കുടുംബത്തിലുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. അത് മിക്കവാറും വീടുകളിലൊക്കെ അതുണ്ടല്ലോ. പിന്നെ എന്താ നിന്റെ കുഴപ്പം? ഓ അതല്ലച്ച, എൻ്റെ ഭർത്താവ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവൻ എന്നെ തുപ്പും.
ഞാൻ ചോദിച്ചു, അവനെന്താ തുപ്പൽ യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത്? ഇവൻ്റെ അമ്മ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഉടനെ ഇവൻ്റെ അമ്മയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഇവൻ്റെ കെട്ടിയോളെ ഇവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേഷ്യം വരുമ്പോൾ തുപ്പുക. അപ്പോൾ എന്നോട് അമ്മ പറയാ, ആമ്പിള്ളാരല്ലേ അച്ഛ. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ ഈ ചെറുക്കനെ വളർത്തിയത് ആണായിട്ടാണ്, മനുഷ്യനായിട്ടല്ല. ആദ്യം ആണാവണ്ട, ആദ്യം പെണ്ണാവണ്ട, ആദ്യം മനുഷ്യനാവുക. പത്രോസ് കൊർന്നല്യോസിനോട് പറയാ, എഴുന്നേക്ക്, നീ എൻ്റെ കാൽക്കൽ വീണ് കിടക്കേണ്ടവനല്ല. കാരണം നീയും ഞാനും മനുഷ്യനാണ്. ഞാൻ നാളിതുവരെ കരുതിയിരുന്നത് അന്യജാതിക്കാർ യഹൂദന്റെ കാൽക്കൽ കിടക്കേണ്ടവരാണെന്നാണ്. ഒരുപക്ഷെങ്കിൽ മാനസാന്തരത്തിന് മുൻപായിരുന്നു എങ്കിൽ തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന അന്യജാതിക്കാരനെ കണ്ട് പത്രോസ് അഭിമാന വിജൃംഭിതനായേനെ. എന്നാൽ ഇപ്പോൾ ഒരു അന്യമതക്കാരൻ, ഒരു അന്യ സമുദായക്കാരൻ തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്നത് ഒരു അശ്ലീലമാണ് എന്ന് പത്രോസ് തിരിച്ചറിയുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാൽക്കൽ വീണ് കിടക്കുന്നത് അശ്ലീലമാണ് എന്നുള്ള തിരിച്ചറിവാണ് പത്രോസിനുണ്ടാവുന്നത്. എഴുന്നേൽക്ക, ഞാനും മനുഷ്യനത്രേ. നമ്മുടെ വീടുകളിൽ പണിയെടുക്കുന്നവർ, നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ ഫാക്ടറികളിൽ നമ്മെ സഹായിക്കുന്നവർ, ഒരു മനുഷ്യനും നമ്മുടെ മുൻപിൽ നടുവളച്ചോ തലകുനിച്ചോ നിൽക്കാൻ ഇടയാകരുത്. അങ്ങനെ നിൽക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇനി മേലാൽ ഒരു മനുഷ്യനും നിങ്ങളുടെ മുൻപിൽ തലകുനിച്ചോ നടുവളച്ചോ നിൽക്കരുത്. അങ്ങനെ നിൽക്കുന്നവരെ കണ്ടാൽ അവനോട് പറയണം, എഴുന്നേൽക്ക്, നിവർന്നു നിൽക്ക്, നീയും ഞാനും മനുഷ്യനാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നതും മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നതുമാണ് ഈ കാലഘട്ടത്തിൽ നമുക്കേറെ ആവശ്യമായിരിക്കുന്നത്. പത്രോസിനുണ്ടാകുന്ന ഒന്നാമത്തെ തിരിച്ചറിവ്, താൻ മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ടവരും തന്നെ പോലെ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുക. നാളിതുവരെ യഹൂദനല്ലാത്ത ആരെയും മനുഷ്യനായി പരിഗണിക്കാത്തയാളാണ് പത്രോസ്. എന്നാൽ ഇപ്പോൾ പറയുന്നു, നീ എൻ്റെ കാൽക്കൽ കിടക്കരുത്. ഗെറ്റ് അപ്പ്, ഐ ടു ആം എ ഹ്യൂമൻ ബീയിങ്. പത്രോസിനുണ്ടാകുന്ന ഒന്നാമത്തെ തിരിച്ചറിവ്, ഞാനും മനുഷ്യനാണ്. ഞാൻ മനുഷ്യനാണ് എന്നതിൽ നിന്നും ഞാനും മനുഷ്യനാണ് എന്ന തിരിച്ചറിവിലേക്ക് പത്രോസ് മാറുകയാണ്. പത്രോസിനുണ്ടാകുന്ന രണ്ടാമത്തെ തിരിച്ചറിവ്, അതിൻ്റെ 28-ാമത്തെ വാക്യം, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കും. എന്താണ് രണ്ടാമത്തെ തിരിച്ചറിവ്? അന്യജാതിക്കാരൻ്റെ അടുക്കൽ പോകരുത്, മറ്റു മതങ്ങളിലുള്ളവരുമായി സംസർഗം ചെയ്യരുത്. ഇതെല്ലാം ഒരു യഹൂദന് മതം വിലക്കിയിരിക്കുക. അതുകൊണ്ട് നാം ശ്രദ്ധിച്ചു കേൾക്കണം, എന്താണ് പത്രോസ് പറയുന്നത്? അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും, ആ എങ്കിലും എന്ന വാക്കിന് 1000 അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ പഠിച്ചതായ മതത്തിന്റെ ഉപദേശങ്ങൾ എന്നെ വിലക്കുന്നുണ്ട്. എന്റെ മത നേതാക്കന്മാരുടെ ആജ്ഞകൾ എന്നെ അതിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കും. എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ്! എന്താണ് പത്രോസിനുണ്ടാകുന്ന രണ്ടാമത്തെ തിരിച്ചറിവ്? ഒരു മനുഷ്യനെയും
അശുദ്ധൻ എന്ന് പറയാനുള്ള അധികാരം ഒരു മതത്തിനും ഒരു മനുഷ്യനുമില്ല. അത് ദൈവത്തിൻ്റെ പരമാധികാരമാണ്. ഇങ്ങനെ പറയാനുള്ള അധികാരം യഹൂദ മതത്തിനാണെന്നാണ് പത്രോസ് കരുതിയിരുന്നത്. എന്നാൽ പത്രോസ് പറയുന്നു, ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കും. ഈ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട? ഇത് ശരീരവുമായി ബന്ധപ്പെട്ട. നമ്മുടെ നാട്ടിൽ നാം ആരെയെങ്കിലും അശുദ്ധരെന്ന് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ആ വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട. മിക്കവാറും മതങ്ങളൊക്കെ മനുഷ്യനെ അശുദ്ധനായി കാണുന്നത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ജാതി. സവർണനാണോ അവർണനാണോ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. രണ്ട്, ആണാണോ പെണ്ണാണോ എന്നതാണ്. അതുകൊണ്ട് ഒരു വ്യക്തി പെണ്ണാണെങ്കിൽ അവൾ അശുദ്ധയാണ്. ഒരു മനുഷ്യൻ അവർണനാണെങ്കിൽ അവന്റെ ശരീരം അശുദ്ധമാണ്. ശുദ്ധിയെയും അശുദ്ധിയെയും തീരുമാനിക്കുന്നത് ജാതിയും ലിംഗവുമാണോ? ശരീരത്തിന്റെ വിശുദ്ധി, ശരീരം അശുദ്ധമാണ് എന്ന് പറയുന്ന മതം അപകടകരമായ മതമാണ്. ഏതു മതമാണോ മനുഷ്യ ശരീരത്തെ അശുദ്ധമെന്ന് പറയുന്നത് ആ മതം ഹിംസാത്മകമാണ്, ആ മതം ഭീഭത്സമാണ്. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അവർണനാവട്ടെ സവർണനാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഈ നാട്ടിൽ സവർണനല്ലാത്ത എല്ലാവരെയും നാം അശുദ്ധനായി കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു ദളിത് ചിത്രകാരൻ അശാന്തൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എറണാകുളത്തെ ഒരു സ്ഥലത്ത്, നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്, ഒരു പൊതുസ്ഥലത്ത് പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിച്ചു. എന്നാൽ ചില ആളുകൾ വന്ന് അത് തടസ്സപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഒരു ദളിതന്റെ ശരീരം ഇത്രയും ആരാധനാലയങ്ങളുള്ള ഒരു സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ചാൽ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അശുദ്ധമാകും. ദൈവ ചൈതന്യത്തെ ഇല്ലാതാക്കാനുള്ള കരുത്ത് മനുഷ്യന്റെ ശരീരത്തിനുണ്ടോ? ഒരു ദളിതൻ കടന്നു വന്നാൽ ഇല്ലാതാകുന്നതാണ് നമ്മുടെ ദൈവ ചൈതന്യമെങ്കിൽ നമ്മുടെ ദൈവം എത്ര ദുർബലനാ! അവർണന്റെ, നമ്മുടെ നാട്ടിലെ അയിത്തവും ജാതിയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനുഷ്യ ശരീരമായിരുന്നു. ശരീരം എങ്ങനെയാണ് അശുദ്ധമാകുന്നത്? ഈ കാലത്ത് നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ തിരിച്ചറിവ്, ഏതു മതം പറഞ്ഞാലും ഏതു മത നേതാവ് പറഞ്ഞാലും എൻ്റെ ശരീരം അശുദ്ധമല്ല എന്ന് പറയാൻ കഴിയാത്തിടത്തോളം കാലം നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കില്ല. ഇത് ഞാൻ ജാതിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതല്ല, ഇതിന് ജെൻഡറുമായി ലിംഗവുമായും ബന്ധമുണ്ട്. പെൺ ശരീരങ്ങളെ അശുദ്ധമായി കാണുന്ന ഒരു നാടാണിത്. കുറെ കാലം മുമ്പ് ഞാൻ ഒരു കൺവെൻഷന് വിദേശത്ത് പോയി. എവിടെ പോയി?
ഓർത്തിരിക്കണം, വിദേശത്ത്. അപ്പൊ അവിടെ ഒരു വീട്ടിൽ താമസിച്ചു. ഒരു ദിവസം അവിടുത്തെ പെങ്കൊച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ 1 വർഷമായി പള്ളിയിൽ പോയിട്ട്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഞാൻ പ്രസവിച്ചു. ഞാൻ പറഞ്ഞു, അതിന് നീ പള്ളിയിൽ പോകാതിരിക്കുന്ന എന്തിനാ? ഇവർ രണ്ടുപേരും വലിയ ബിരുദങ്ങളുള്ളവരാ, എംടെക്കുകാരാ, വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചവരാ. എൻ്റെ ഭർത്താവ് എന്നെ പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല. കാരണം മാമോദീസ കഴിയുന്നത് വരെ ഞാൻ അശുദ്ധയാണ്. അതുകൊണ്ട് പള്ളിയിൽ പോകരുതെന്നാണ് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങി. അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ അറിയാമല്ലോ, ഇനിയും മാസങ്ങൾ കഴിഞ്ഞെങ്കിലേ ഞങ്ങൾ നാട്ടിൽ പോകും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന, യുവജന സഖ്യത്തിലും ഗായക സംഘത്തിലും സൺഡേ സ്കൂളിലുമൊക്കെ ക്രമമായി പങ്കെടുക്കുന്ന ഒരാളാച്ചാ ഞാൻ. ഓരോ ഞായറാഴ്ചയും വീട്ടിലിരുന്ന് എൻ്റെ ചങ്ക് പിടയുകയാ, ഞാൻ അശുദ്ധയാണോ അച്ഛാ? നമ്മളൊക്കെ വല്ല ശിലായുഗത്തിൽ ജനിക്കേണ്ടവരാ. പ്രസവം എങ്ങനെയാണ് ഒരു മനുഷ്യ സ്ത്രീയെ അശുദ്ധയാക്കുന്നത്? ഇത് എന്ത് കോമൺ സെൻസ് ആണെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്ത്യൻ ടൈ കെട്ടിക്കൊണ്ട് നടക്കേണ്ട കാലത്ത് ജീവിക്കേണ്ടവരാ. 21-ാം നൂറ്റാണ്ടിന് പറ്റിയവരല്ല നമ്മൾ. ഒരു പട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു വൈദികൻ, ഒരു മെത്രാൻ കല്യാണം നടത്തി ആശീർവദിക്കുമ്പോൾ എന്താ പറയുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ. ആ വാചകം ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ എന്ന് പറഞ്ഞാൽ മക്കൾ ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എങ്ങനെയാണ് നിങ്ങളെ അശുദ്ധയാക്കുന്നത്? ശാപം അശുദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് അയാളുടെ ശരീരത്തെ അശുദ്ധമാക്കാനാണോ? കുറച്ച് കാര്യങ്ങളോടൊക്കെ പറയണമെന്നുണ്ട്. ഈ ഷേപ്പിൽ തിരിച്ചു പോകണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ സഭയുടെ വിശ്വാസവുമായി ചേർന്ന് പോകുന്നതാണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടും, ചേർന്നില്ലെങ്കിലും എനിക്ക് വിഷയമില്ല. കാരണം അനുഗ്രഹം ലഭിക്കുമ്പോൾ ശരീരം അശുദ്ധമാകില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഒരനുഗ്രഹവും അശുദ്ധമാക്കില്ല മനുഷ്യ ശരീരത്തെ. ബാക്കി കാര്യങ്ങൾ ഇതൊരു പൊതുയോഗമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യ ശരീരം അശുദ്ധമല്ല. ആണാവട്ടെ, പെണ്ണാവട്ടെ, അവർണനാവട്ടെ, സവർണനാവട്ടെ, മനുഷ്യ ശരീരം അശുദ്ധമാണ് എന്ന് പറയാനുള്ള അധികാരം ഒരു മതത്തിനോ ഒരു മത നേതാവിനോ ദൈവം നൽകിയിട്ടില്ല. അത് പറയാനുള്ള അധികാരം പരമകാരുണികനായ ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിൻ്റെ അധികാരത്തിൽ നമ്മൾ കൈകടത്തരുത്. ഇവിടെ പത്രോസ് പറയുകയാണ്, ഒരു മനുഷ്യനെയും ഒരു മനുഷ്യ ശരീരത്തെയും മലിനമെന്നോ അശുദ്ധമെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക്. ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. അന്യജാതിക്കാരൻ്റെ അടുക്കൽ പോകരുത്, അവനുമായി പെരുമാറ്റം ചെയ്യരുത്, ഇതൊക്കെ യഹൂദന് നിഷേധിച്ചിരിക്കുകയാണ്. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്താണ് രണ്ടാമത്തെ തിരിച്ചറിവ്? ഇനിമേലാൽ ഒരു മനുഷ്യ ശരീരത്തെയും നോക്കി നിന്റെ ശരീരം അശുദ്ധമാണ് എന്ന് പറയരുത്. ഇതാണ് പത്രോസിനുണ്ടാകുന്ന രണ്ടാമത്തെ തിരിച്ചറിവ്. ശരീരത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കലാണ് മാനസാന്തരം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പത്രോസിനുണ്ടാകുന്ന മൂന്നാമത്തെ തിരിച്ചറിവ്. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് മുഖപക്ഷം?
നിങ്ങളെല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ്ട, ബോൺവിറ്റ ഒന്നുമല്ല. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് മുഖപക്ഷമില്ല. എനിക്ക് ആ ഭാഗം ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ കാരണം എന്താണെന്നറിയാം? ഇത്രയും നാളും പത്രോസ് വിചാരിച്ചിരുന്നത് ദൈവം യഹൂദനാന്ന. നമുക്കൊക്കെ അങ്ങനെ വിചാരമുണ്ട്, ദൈവം കനാനായക്കാരനാണ്, താമസം ചിങ്ങവനത്താന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നു. തിരുമേനി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് മതമുണ്ടോ? ഇപ്പൊ ദൈവത്തിന്റെ പേര് ചാണ്ടപ്പിള്ള എന്നാന്ന് വിചാരിക്കാം. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ദൈവം ക്രിസ്ത്യാനിയാ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാന്ന് വിചാരിക്കാം. ഉടനെ നമുക്കറിയാം ഇത് മിക്കവാറും ഒരു കത്തോലിക്കനാണ്. ഇനി ദൈവത്തിന്റെ പേര് ഡിസൂസ എന്നോ സമൂസ എന്നൊക്കെ പറഞ്ഞു, ദൈവം ആംഗ്ലോ ഇന്ത്യൻ ആണ്. ഇനി ദൈവത്തിന്റെ പേര് ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാന്ന് വിചാരിക്കുക, ദൈവം വടക്കേ ഇന്ത്യക്കാരനാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് ഷീ ഹൂഹ, ചൈനക്കാരനാണ്. ദൈവത്തിന്റെ പേര് കേൾക്കുമ്പോൾ പുള്ളി ഏതു ഭാഷക്കാരനും ഏതു ദേശക്കാരനും ഏതു മതക്കാരനുമാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ പത്രോസ് തിരിച്ചറിയുന്നു ദൈവം യഹൂദനല്ല. ഇതുവരെ കരുതിയിരുന്നത് ദൈവത്തിന് മുഖപക്ഷമുണ്ടെന്ന. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി പത്രോസ് പറയുകയാണ് ദൈവത്തിന് മുഖപക്ഷമില്ല. തുടർന്ന് വായിക്കണം, ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ. അടുത്ത വാചകം ശ്രദ്ധിക്കണം, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ദൈവം യഹൂദന്റെ സ്വന്തമാണെന്നും ദൈവം യഹൂദന്റെ മാത്രം കാര്യം നടത്തി കൊടുക്കുന്നയാളെന്ന. ആ വാചകം നിങ്ങൾ വായിക്കാതെ പോകരുത്. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ, ഞാൻ ആ വാക്യം അതുപോലെയാണ് ആവർത്തിക്കുന്നത്, നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. എന്താണ് ഈ മുഖപക്ഷം എന്ന് പറഞ്ഞാൽ? എന്താണ് മുഖപക്ഷം? ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അതാരാണ് ചെയ്തതെന്ന് നോക്കും, അത്രേ ഉള്ളൂ. ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിൽ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഫുൾ ടൈം ഈ ഭരണഘടനയാണ് അപ്പച്ചൻ്റെ ഒരു പ്രധാന. വൈകിട്ട് അത്താഴം കഴിഞ്ഞ് 3 ക്ലോസ് വായിക്കും, രാവിലെ വേദോത്സവം വായിച്ചില്ലെങ്കിലും 2 ക്ലോസ് വായിക്കും. അങ്ങനെ അപ്പച്ചൻ ഭരണഘടനയാണ് ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതും. അപ്പോൾ ഈ പള്ളിയിലെ കമ്മിറ്റിയിലൊക്കെ വരുമ്പം ഞാൻ പറയും, എൻ്റെ അപ്പച്ച ഒന്നിരിക്കപ്പച്ച, സ്നേഹമല്ലേ വരുത്? അല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഒരു ദിവസം ഞാനൊരു വിവരം പറഞ്ഞു, ഈ അപ്പച്ചൻ്റെ മോള് ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാ. നിങ്ങൾ വിചാരിക്കട്ടെ ഈ ഇത്രയും ക്രൂരനാണോ അച്ഛൻ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവൾക്ക് തോന്നി അവളങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞ് അപ്പച്ചൻ എന്നെ കാണാൻ വന്നു. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ വിവരമൊക്കെ അറിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേട്ടു, സത്യമാണോ എന്ന് അറിയാഞ്ഞുകൊണ്ടാ പിന്നെ ഞാൻ വിളിക്കാഞ്ഞ. സത്യമാച്ചാ, ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇനി അതിനൊരു വഴിയേ ഉള്ളൂ. എന്താ അച്ഛാ വഴി? ഞാൻ പറഞ്ഞു, ഭരണഘടനയിൽ ഇങ്ങനെ 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 പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്നെ ഒന്ന് നോക്കി. പുള്ളിക്ക് മനസ്സിലായി ഞാനൊന്ന് അർത്ഥം വെച്ച് പറഞ്ഞാണ്. അച്ഛാ സ്നേഹമല്ലേ വലുത്? ഞാൻ പറഞ്ഞല്ല. ഈ അച്ചായനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ. എൻ്റെ ചോദ്യം, ഇതേ സംഭവം ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിലാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറയുമോ? നമ്മുടെ നീതി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പറയുന്ന ന്യായം നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ എന്ത് ചെയ്യുന്നു എന്നതല്ല, പലപ്പോഴും അതാര് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് 2 മക്കളാ, ഒരു മോളും ഒരു മോനും.
ഈ മോളെ കല്യാണമൊക്കെ കഴിച്ചു. ഒരു 5-6 മാസം കഴിഞ്ഞ് ഞാൻ ഈ അപ്പച്ചനെ കണ്ടു. അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, എന്തോ ഉണ്ട് അപ്പച്ചാ വിശേഷം? പറഞ്ഞു, അച്ഛാ എൻ്റെ മോള് ഭാഗ്യവതിയാണ്. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എൻ്റെ മരുമോൻ അവൻ തങ്കപ്പനാച്ച. ഞാൻ ചോദിച്ചു, അവൻ്റെ പേര് പൊന്നപ്പൻ എന്നായിരുന്നല്ലോ. ഓ വിടച്ചാ. ഞാൻ പറഞ്ഞു, എന്താ അപ്പച്ചാ? എൻ്റെ മോളെ എൻ്റെ മരുമോൻ കൈയുടെ വെള്ളയ്ക്കാച്ചാ കൊണ്ടു നടക്കുന്നത്. ഞാൻ പറഞ്ഞു, അവൾ അത്രയ്ക്ക് ക്ഷീണിച്ചോ? കാരണം കൈയുടെ വെള്ളയ്ക്കൊക്കെ നടക്കണേ നല്ലപോലെ ക്ഷീണിക്കണമല്ലോ. ഓ അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ കാര്യം പറ. അപ്പോൾ എന്നോട് ഈ അപ്പച്ചൻ പറയാം, അച്ഛാ അച്ഛൻ അറിയാമല്ലോ എൻ്റെ മോൾ ഷീസ് നോട്ട് എ മോർണിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ 7:30 എഴുന്നേക്കൂന്നാണ് എൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഐ നോ ഷീസ് നോട്ട് എ മോർണിംഗ് പേഴ്സൺ. എൻ്റെ മരുമോൻ 5 മണിക്ക് എഴുന്നേക്കും, ചോറ് വയ്ക്കും, കൂട്ടാൻ വയ്ക്കും, വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും, അവൾക്ക് പോകാനുള്ള തുണിയെല്ലാം തേച്ചു വയ്ക്കും, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് തേച്ചു വയ്ക്കും, കുഞ്ഞായില്ലല്ലോ, തേച്ചു വയ്ക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കി ഒരു 7:30 ആവുമ്പം ബെഡ് കോഫിയുടെ റെഡി ആക്കിയിട്ടാണ് മോളെ വിളിക്കുന്നത്. എൻ്റെ മോള് ഭാഗ്യവതിയല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. കാലങ്ങൾ കഴിഞ്ഞു. ഈ അപ്പച്ചൻ്റെ മോൻ കല്യാണം കഴിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അപ്പച്ച വിശേഷമൊക്കെ? എൻ്റെ അച്ഛ ഒരു സാധനം വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്, 7:30 ആയാലും എഴുന്നേക്കത്തില്ല. എൻ്റെ മോൻ വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മരുമകൻ ചെയ്തപ്പോൾ എൻ്റെ മകൾ ഭാഗ്യവതി, എൻ്റെ മകൻ അത് ചെയ്യേണ്ടി വന്നപ്പോൾ മരുമകൾ ഒരു സാധനം. രണ്ടിടത്തും ആരാ ചെയ്യുന്നേ? ആണുങ്ങളാണ് വീട്ടിലെ ജോലിയും എല്ലാം ചെയ്യുന്നത്. ഒരാൾ മോനും ഒരാൾ മരുമകനും. എന്തുകൊണ്ടാണ് മകൾ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞ അപ്പച്ചൻ എൻ്റെ മരുമകൾ ഭാഗ്യവതിയാണ് എന്ന് പറയാത്തത്? കാരണം ഇത്രയേ ഉള്ളൂ, ഒന്ന് മകളും മറ്റേത്. മനുഷ്യൻ അങ്ങനെയാ. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നമ്മൾ അതാരാണ് ചെയ്തത് എന്ന. നമുക്കൊക്കെ ദേഷ്യമുള്ളവരാ അല്ലേ? ചിലർ പറയും ദേഷ്യം മൂക്കിൻ്റെ അറ്റത്താണ്. ഞാൻ അടുത്ത് തലവടിയില്ല, ജോലിയല്ല, ഇവിടെ അടുത്താ എൻ്റെ വീട്, തലവടി. സ്കൂളിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ബയോളജി സാറ് പറഞ്ഞു, മൂക്കിന് 3 ഉപയോഗമുണ്ട്. ഒന്ന്, ശ്വാസം വിടണം, വിട്ടാൽ പോരാ, സമയമുണ്ടെങ്കിൽ തിരിച്ച് എടുക്കുകയും കൂടെ വേണം. പിന്നെന്താണ്? മണം, മീൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ KSRTCയുടെ ടോയ്ലറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക്. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു സായിപ്പ് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു, വേർ ഈസ് ദ ടോയ്ലറ്റ്? അപ്പോൾ അവിടെ നിൽക്കുന്ന പയ്യൻ ഇംഗ്ലീഷ് ശരിക്കും അറിയത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു, സായിപ്പേ യു ഗോ സ്ട്രെയിറ്റ്, ടേൺ റൈറ്റ്. പിന്നെ അവന് പറയാൻ അറിയത്തില്ല. അവൻ പറഞ്ഞു, ദെൻ ഫോളോ ദ സ്മെൽ. അപ്പം മൂക്കെന്ന് പറയുന്നത് മണം പിടിക്കാം. പിന്നെ 3-മതൊരു ഉപയോഗം കൂടെ ഉണ്ട്, മരിച്ചു കഴിയുമ്പോൾ പഞ്ഞി വെക്കാം അല്ലേ? എന്നാൽ ചിലർക്കൊരു ഇതുണ്ട്, മൂക്കിൻ്റെ അറ്റത്താണ്. ചില അച്ഛന്മാരെ കുറിച്ച് പറയും, അയ്യോ ഞങ്ങളുടെ അച്ഛന് മൂക്കിൻ്റെ അറ്റത്താ ദേഷ്യം. പാവം കപ്പ്യാരെങ്ങാണോ ഒരു 5 മിനിറ്റ് താമസിച്ചാൽ കപ്പ്യാരെ എടുത്തിട്ട് ഇടിക്കും. കാരണം താമസിച്ചു വരുന്ന അച്ഛന് ഇഷ്ടമല്ല. 5 മിനിറ്റ് താമസിച്ചു വന്ന കപ്പ്യാരെ വഴക്ക് പറയുന്ന അച്ഛൻ 1 മണിക്കൂർ താമസിച്ചു വരുന്ന മെത്രാപ്പോലിത്തായ വഴക്ക് പറയുമോ? കാരണം എന്താ? വഴക്ക് പറഞ്ഞാൽ ഗോലി കളിച്ച് നടക്കേണ്ടി വരും. അപ്പൊ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അച്ഛൻ താമസിച്ചു വന്നാൽ ദേഷ്യപ്പെടുന്ന മെത്രാപ്പോലിത്ത പിണറായി വിജയൻ താമസിച്ചു വന്നാൽ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുവോ? ഈ മുൻകോപം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അത് ചെലവാകുന്നിടത്ത് നമ്മൾ ചെലവാക്കും. നമുക്കറിയാതെ എവിടെ ചെലവാക്കണമെന്ന്. ശരിയല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ എല്ലാ വ്യവഹാരങ്ങളിലും എന്തുണ്ട്? മുഖപക്ഷമാണ്. എന്നാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രവാചകൻ ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ വീട്ടിൽ ചെന്നു. അടുത്ത രാജാവിനെ വാഴിക്കണം. ഇശായിക്ക് 8 മക്കളാ. പണ്ട് അങ്ങനാണല്ലോ, ഒരു ഫുട്ബോൾ ടീമിനുള്ള പിള്ളേർ ഒരു വീട്ടിൽ കാണും.
അല്ല, ഇപ്പോഴാണെങ്കിൽ അത് കുറവാണ്. 2 പിന്നെ 1 നമ്മളൊന്ന് നമുക്കൊന്ന്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളും ഇല്ല നമുക്കും ഇല്ല എന്നുള്ള ഒരു 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 പരുവത്തിലേക്കൊക്കെ വന്നു. 8 മക്കൾ, 8 പേരെ പരിചയപ്പെട്ടു. ഇശായി ഓരോരുത്തരെയായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അതിൽ അബീനാദാബ് എന്ന് പറയുന്ന ഒരുത്തൻ കൊള്ളാം, നല്ല പൊക്കമുണ്ട്, അവൻ 6 പാക്കാണ്, കരാട്ടെ കുങ്ഫു ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇടവക കമ്മിറ്റിയിൽ അവൻ കരാട്ടെ നല്ലോണം പ്രാക്ടീസ് ചെയ്തവനാണ്. അപ്പം അതുകൊണ്ട് ഇവനെ തന്നെ രാജാവാക്കാം. പ്രവാചകൻ കയ്യിൽ കുമ്പിൾ കരുതിയിട്ടുണ്ട്, അത് പൊട്ടിച്ച് തലയിൽ ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം പ്രവാചകനോട് പറയുന്നൊരു കാര്യം, എന്നാത്തിനുള്ള പുറപ്പാടാ? അപ്പോൾ പറഞ്ഞു, അബീനാദാബ് കൊള്ളാം. ദൈവം പ്രവാചകനോട് പറയുന്നൊരു വാക്ക്, നീ അവൻ്റെ മുഖമോ, നീ അവൻ്റെ പൊക്കമോ, നീ അവൻ്റെ വണ്ണമോ. Man looks at the outward appearance, whereas God looks at one's heart. മനുഷ്യൻ മുഖം നോക്കും, ദൈവം ഹൃദയം നോക്കും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക്, മുഖശോഭയുള്ളവർക്ക് അവൻ സമീപസ്ഥനാന്നല്ല. സുറിയാനിക്കാർക്ക് അവൻ സമീപസ്ഥനാണെന്നല്ല. ഹൃദയം ആരുടെയൊക്കെ, കാരണം ഹൃദയം കണ്ടാൽ ജാതിയും മതവും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയം നോക്കും. നീ അവൻ്റെ മുഖമോ പൊക്കമോ വണ്ണമോ നോക്കരുത്. ഇശായി രാജാവാക്കി വാഴിച്ചത് ദാവീദിനെയാണ്. ഒരുപക്ഷെങ്കിൽ പ്രവാചകന്റെ മാനദണ്ഡമായിരുന്നു രാജത്വത്തിലേക്കുള്ള വഴിയെങ്കിൽ അബീനാദാബായിരുന്നേനെ രാജാവാകേണ്ടത്. എന്നാൽ ദൈവം പ്രവാചകനോട് പറയുന്നു, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമയുള്ളത്. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം ഹൃദയം നോക്കുന്നു. ഹന്നായുടെ പ്രാർത്ഥന നമുക്കറിയാം. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ മുഖം നോക്കി ന്യായം നടപ്പിലാക്കുമ്പോൾ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവം, അവൻ മുഖമല്ല, അവൻ ഹൃദയമാണ് നോക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 8:40 അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഇൻസെൻറ്റീവ് ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രസംഗം പിടിക്കുന്നത്, മനസ്സിലായി? നമ്മൾ എന്താ പറയാൻ ശ്രമിച്ചത്? മനുഷ്യൻ ഇന്ന് മതം തലയ്ക്ക് പിടിച്ചിരിക്കുക, മതം ഇളകിയിരിക്കുക. മനുഷ്യന് എല്ലാവരെയും എല്ലാറ്റിനെയും എല്ലാത്തിനെയും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നു. മതം തലയ്ക്ക് പിടിച്ച അവസ്ഥയിൽ നിന്നും വെളിപാടിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം പത്രോസിനെ നടത്തുകയാണ്. പത്രോസിന് 3 തിരിച്ചറിവുകൾ. ഒന്നാമത്തെ തിരിച്ചറിവ്, ഞാനും മനുഷ്യനാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. ബി ഹ്യൂമൻ ഫസ്റ്റ്. 2, ഒരു മനുഷ്യ ശരീരവും അശുദ്ധമല്ല. സവർണനാവട്ടെ അവർണനാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാ മനുഷ്യന്റെ ശരീരവും ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ഒരു മനുഷ്യനെയും ഒരു മനുഷ്യ ശരീരത്തെയും നോക്കി നിന്റെ ശരീരം അശുദ്ധമാണ് എന്ന് പറയാനുള്ള അധികാരം മതത്തിനില്ല, മത നേതാക്കൾക്കുമില്ല. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മേലാൽ ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കും. മനുഷ്യ ശരീരം അശുദ്ധമല്ല, അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. 3, ദൈവം യഹൂദനല്ല, അതുകൊണ്ട് തന്നെ ദൈവത്തിന് മുഖപക്ഷവുമില്ല. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയം നോക്കുന്നു. നമുക്ക് മനുഷ്യരാവാം, മനുഷ്യ ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ വിശ്വസിക്കാം, അത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ഉറക്കെ പറയാം. ഒരു മനുഷ്യ ശരീരവും അശുദ്ധമാണ് എന്ന് പറയാനുള്ള അധികാരം മതത്തിനല്ല, അത് ദൈവത്തിനാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മതം തിന്നുകയും മതം തീറ്റിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് പത്രോസിനുണ്ടായ വെളിപാടുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ
കൂടുതൽ സാമൂഹിക പ്രസക്തിയുള്ളതാക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ അന്തസ്സുള്ളതാക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സഹായിക്കുന്നതായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.